എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ നോർമൻ കോൺക്വസ്റ്റ് വരെയുള്ള കാലഘട്ടം ചർച്ച ചെയ്തതിന് ശേഷമാണ് അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. മിഡീവൽ പീരീഡ് എന്നറിയപ്പെടുന്ന മിഡിൽ ഏജസിലേക്കാണ് നമ്മളിനി കടക്കാനായിട്ട് പോകുന്നത്. വാട്ട് ഈസ് മീൻ ബൈ മിഡീവൽ പീരീഡ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹിസ്റ്ററി, ഒരു 2000 വർഷത്തെ ഹിസ്റ്ററിയെ നമ്മളൊരു 3 ഘട്ടമായിട്ട് വിഭജിക്കുകയാണ്. ആൻഷ്യൻ പീരീഡ്, വിച്ച് മീൻസ് ബിഫോർ ക്രൈസ്റ്റ് മുതൽ 5th century AD വരെയുള്ള കാലഘട്ടം, ക്രിസ്ത്യൻ ഇറയിലെ 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം നമ്മൾ മിഡീവൽ പീരീഡിന് മുൻപുള്ള കാലഘട്ടമായിട്ടുള്ള ആൻഷ്യൻ പീരീഡ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഇതൊക്കെ കറക്റ്റാണ്, അപ് ടു ഡേറ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതിന് ഡിപ്പെൻസ്, അത് കാലഘട്ടം ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പോൾ 500കളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, 600കളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാ വിവരങ്ങളും കൃത്യമായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളും വ്യത്യാസങ്ങളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം. അത്തരം സംഭവ വികാസങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വിഭാഗത്തെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണക്കാണെന്ന് ഞാൻ പറയുന്നില്ല, അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ ആൻഷ്യൻ പീരീഡും 5ാം നൂറ്റാണ്ട് മുതൽ എൻഡ് ഓഫ് ദ 15th century, അതായത് 1500കൾ വരെയുള്ള കാലഘട്ടത്തെ ആ ഒരു 1000 വർഷത്തെ നമ്മൾ മിഡീവൽ പീരീഡായിട്ടാണ് കണക്കാക്കുന്നത്. മിഡീവൽ പീരീഡിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിനെ മാത്രമല്ല, ഓൾ ഓവർ ദി വേൾഡ് ഇറ്റ് ഈസ് എ ഡാർക്കസ്റ്റ് പീരീഡ് ഇൻ ദ ഹിസ്റ്ററി. കാരണം വലിയ നേട്ടങ്ങൾക്കോ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കോ വിധേയപ്പെടാതിരുന്നൊരു കാലഘട്ടം. വലിയ മാറ്റങ്ങളും ഉണ്ടായില്ല, വലിയ രീതിയിൽ ഒരു പെട്ടെന്നുള്ളൊരു പുതിയ കണ്ടെത്തലോ വിപ്ലവാത്മകമായിട്ടുള്ള ചിന്താഗതികളോ, കമ്മ്യൂണിസം പോലെ, ട്രേഡ് യൂണിയനിസം പോലെ ലോകത്തെ പിടിച്ചുകുലുക്കിയ പുത്തൻ ആശയങ്ങളുടെ കടന്നുവരവുണ്ടായിട്ടുള്ളൊരു കാലഘട്ടമല്ല മിഡീവൽ പീരീഡ്. മിഡീവൽ പീരീഡ് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനായിരുന്നു. ഒരു വലിയ ഹൈക്കോ ഒരു വലിയ ഡിക്രീസോ സംഭവിക്കാതിരുന്ന ഒരു കോൺസ്റ്റന്റ് പൊസിഷൻ. പക്ഷെ ആ പൊസിഷനിൽ നടന്ന, ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പല കാര്യങ്ങളും നമുക്കിന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ആ കാലഘട്ടം മാറിയില്ല? എന്തുകൊണ്ട് ആ കാലഘട്ടം മാറി ചിന്തിക്കാൻ കൂട്ടാക്കിയില്ല? ഇതൊക്കെ നമ്മൾ പഠന വിഷയം വിധേയമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു 1000 വർഷമാണ് അതിനിടയിലൂടെ കടന്നു പോകുന്നു. ആ 1000 വർഷം പുതിയതായിട്ടൊന്നും ചെയ്യാനുണ്ടായില്ല, അല്ലെങ്കിൽ പുതിയതായിട്ടൊന്നും കണ്ടെത്തിയില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു വലിയ തളർച്ച സമൂഹം നേരിട്ട കാലഘട്ടം. എനിവേ, നമ്മളെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് മാനോറിയൽ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് മീൻ ബൈ മാനർ? Manor means an estate or a castle which is assessed by, which is retained by a manor or a landlord or a whatever it is, tenant in chief, എന്ത് വേണമെങ്കിലും വിളിക്കാം. അദ്ദേഹത്തിന് എന്ത് പേരിടണം അല്ലെങ്കിൽ എന്ത് പേരിട്ട് വിളിക്കുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം. അവിടെ അതെങ്ങനെ കണക്കാക്കപ്പെടുന്നു. ഒരു മാനറിന്
എങ്ങനെ കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇതൊരു വലിയ ലാൻഡ് ഏരിയ ആണ്, ഓൾമോസ്റ്റ് ഒരു 100 acres വരുന്ന ഒരു ലാൻഡ് ഏരിയ. അതിനെയാണ് മാനർ എന്ന് പറയുന്നത്. ഒരു മാനർ, ആ മാനറിന് 100 acre സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ അധിപനായിട്ട് ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തിരിക്കുകയായിരിക്കും. ആ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിക്ക് ആ 100 acre അധികാരം ഉണ്ടായിരിക്കും. അയാളാണ് ടെനന്റ് ഇൻ ചീഫ്. ഇനി അയാൾ അതിനെ സബ് ഡിവൈഡ് ചെയ്ത് അദ്ദേഹത്തിന് കീഴിലുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതൊരു വലിയ വിഷയമല്ല, കാരണം അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് ആർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ലാൻഡ് വീതിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ളവരും താമസിക്കുന്ന ആ ഒരു ഏരിയയാണ് മാനർ എന്ന് വിളിക്കുന്നത്, അഥവാ എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഹൗസോ കാസിലോ ഉണ്ടായിരിക്കും. ഇനി അദ്ദേഹത്തിന് കീഴിൽ സെർബ്സ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ടെനന്റ് ഇൻ ചീഫ് അല്ലെങ്കിൽ സബ് ടെനൻസ് ഉണ്ടായിരിക്കും. അവരെ കൂടാതെ ഒരു റിവർ, ഒരു മില്ല്, ഒരു ചർച്ച്, ഒരു വുഡൻ ലാൻഡ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു 100 acres ലാൻഡ് ഏരിയയാണ് സിംഗിൾ മാനർ എന്ന് കണക്കാക്കുന്നത്. ഞാനൊരു ലാൻഡ് ലോഡാണെങ്കിൽ, ഞാനൊരു ഏളാണെങ്കിൽ, ഞാനൊരു ലോഡാണെങ്കിൽ എൻ്റെ കീഴിൽ 100 acre. അപ്പം ഞാനാണ് അവിടുത്തെ ആ മാനറിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തി. എൻ്റെ വീട്ടുകാരും ഞാനും അവിടെ ഒരു വീടുണ്ടാക്കിയിട്ടോ അവിടെ ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടോ അതിൽ ഞാൻ താമസിക്കുന്നു. എൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരുപാട് സേർവ്സ് എന്ന് വെച്ചാലും സ്ലേവ്സ് എന്ന് വെച്ചാലും സെയിം അർത്ഥം തന്നെയാണ്. കോമൺ പീപ്പിൾ അല്ലെങ്കിൽ അടിമകൾ എന്നുള്ള അർത്ഥം തന്നെ. ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ലീഗൽ, എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് നോക്കിക്കാണുന്നുണ്ടായിരിക്കും. അഡ്മിനിസ്ട്രേഷനിൽ അവസാനത്തെ വാക്ക് ഞാനാണ്. ലീഗലായിട്ടുള്ള ഏതെങ്കിലും സെറ്റിൽമെൻറ്റ് വേണമെങ്കിൽ അവസാനത്തെ വാക്ക് ഞാനാണ്. എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിലും അവസാന വാക്ക് ഞാൻ തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ചർച്ചും അവരുടേതായിട്ടുള്ള രീതിയിൽ ചർച്ചല്ല, ഓരോ മാനറും അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. അവർക്ക് വേണ്ടതൊക്കെ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം വേറൊരു മാനറുമായിട്ട് ഇവർക്ക് കൂടിച്ചേർന്ന് ഒരു കൂട്ടുകൃഷി സമ്പ്രദായത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആ 100 acreലുള്ള ആളുകൾക്ക് താമസിക്കാനും ആ 100 acreലുള്ളവർക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യാനും അവർക്ക് വേണ്ട മറ്റ് പ്രോഡക്ട്സ് കണ്ടെത്താനും അവിടെ തന്നെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സെൽഫ് സഫീഷ്യൻ്റ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത്രയാണ് മാനോറിയൽ സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചർച്ച ചെയ്യാം. England in Middle Ages concerned the history of England during the period from the end of the 5th century Christian era through to the start of the early modern period in 1485. 1485 മോഡേൺ പീരീഡ് സ്റ്റാർട്ടാകുന്നത് വരെയുള്ള കാലഘട്ടം. മോഡേൺ പീരീഡ് സ്റ്റാർട്ടായ പിന്നെ അടുത്ത പീരീഡായി. മിഡീവൽ പീരീഡ് കഴിഞ്ഞു, മോഡേൺ പീരീഡിലേക്ക് കടന്നു. 1485 പകരമാണ് ഞാനിവിടെ എൻഡ് ഓഫ് ദി 15th century എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 15th century അവസാനിക്കുന്നതിന് ഒരു 10-15 വർഷം മുൻപ് വരെ ആ കാലഘട്ടമാണ് മിഡീവൽ പീരീഡായിട്ട് കണക്കാക്കുന്നത്. One of the important peculiarity of this period was a social and economic system called feudalism. ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയപ്പെടാവുന്ന കാര്യമാണ് ഫ്യൂഡലിസം എന്ന് പറയും. ഒരു ലാൻഡ് ലോഡ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് ആളുകൾ പണിയെടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ള രീതിയാണ് ഈ പറയുന്ന ഫ്യൂഡലിസം. അത് ഇംഗ്ലണ്ടിൽ നടപ്പിലായ കാലഘട്ടമാണ് നമ്മൾ ഈ പറയുന്ന മിഡീവൽ പീരീഡ് പൂർണ്ണമായിട്ടും. The basic feature of
the feudal society was its agrarian character and petty production based on the peasant family. അവരുടെ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയായിരുന്നു അഗ്രികൾച്ചർ, ആകെ കൂടി ചെയ്യാൻ അറിയാവുന്ന കാര്യം. അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആനിമൽ പെസൻട്രി. കാരണം കാളകൾ വേണം, പശുക്കൾ വേണം, നിലമുഴാനായാലും മറ്റ് പ്രവർത്തനങ്ങൾക്കായാലും. പാല്, ചീസ്, വെണ്ണ, തൈര് പോലത്തെ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടും പശു പോലത്തെ മൃഗങ്ങളെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത് അഗ്രികൾച്ചറും പിന്നെ മറ്റ് പ്രോഡക്ട്സും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ, പെസന്റ് ഫാമിലി എന്ന രീതിയിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ചില പ്രൊഡക്ഷൻ വർക്കുകളുമാണ് അവരുടെ ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ക്ലോസ്ലി റിലേറ്റഡ് ടു feudalism emerged a particular system of agricultural production and social formation in large states known as feudal manor. എവിടെയാണോ ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഫ്യൂഡൽ എസ്റ്റേറ്റ് നിലനിൽക്കുന്നത് അതിനെയാണ് മാനോർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The manorial system was a part of the wider feudal order throughout most of medieval Europe. Agriculture was organized around the manorial system. അപ്പോൾ മാനോറിയൽ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് ഒരു 100 ഏക്കറിന് തിരിച്ച് ഒരു മാനറാക്കി മാറ്റി അവിടെ കൃഷി ചെയ്യുന്നു. അവർക്ക് വേണ്ട വിഭവങ്ങളൊക്കെ തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മാനറിനകത്തുള്ള ആൾക്കാർക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവർ സെൽഫ് സഫീഷ്യൻ്റ് ആവുന്നു. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള സെർവ്സ് ആയിട്ടുള്ള കോമൺ മെന്നിനെ ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആര് കൊടുക്കും? മാനറിൻ്റെ ലാൻഡ് ലോഡ് കൊടുക്കും. അതിനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ആർമി വിങ് ഉള്ളത്, ഈ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ. ഈ ആർമിക്ക് വേറൊരു ഡ്യൂട്ടിയും കൂടി ഉണ്ട്. എന്താ അത്? രാജാവിന് എപ്പോൾ ആവശ്യം വരുന്നോ അപ്പോൾ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ലാൻഡ് ലോഡ്സിൻ്റെയാണ്, നോബിൾസിൻ്റെയാണ്. ഇതാണ് മാനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. 5 മാർക്കിനോ 3 മാർക്കിനോ വാട്ട് ഈസ് മീൻ ബൈ മാനോറിയൽ സിസ്റ്റം, അല്ലെങ്കിൽ പല രീതിയിൽ ചോദ്യങ്ങൾ മാറ്റിമറിച്ചും തിരിച്ചു മറിച്ചൊക്കെ ഇടും. ഹൗ മാനോറിയൽ സിസ്റ്റം മെയ്ഡ് ആൻ ഇമ്പാക്ട് ഓൺ ദി medieval period in England, അല്ലെങ്കിൽ discuss the characteristic features of the manorial system prevailed in the medieval ages of England. ചോദ്യം വളച്ചും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നു എന്നുള്ളൂ. നമ്മൾ എഴുതേണ്ട ഉത്തരം സെയിം ആണ്. എന്താണ് മാനോറിയൽ സിസ്റ്റം എന്ന് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. Manorial system was the system existed in the medieval England where rural society was arranged around a manor house or castle or an estate. ഒരു എസ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടോ ഒരു കാസിലിനെ ബേസ് ചെയ്തുകൊണ്ടോ ഒരു മാനർ ഹൗസിനെ ബേസ് ചെയ്തുകൊണ്ടോ അതിൻ്റെ ചുറ്റുമുള്ള ഏരിയയെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് മാനർ. അവിടെ ഒരു മാനർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ ഒരു വലിയ ലാൻഡ് ഏരിയ അറൗണ്ട് 100 ഏക്കേഴ്സ്, അതിനകത്തൊരു മാനർ ഹൗസ്, അവിടെ ലാൻഡ് ലോഡും അദ്ദേഹത്തിൻ്റെ ഹൗസ് ഹോൾഡ്സും താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാസിലിൽ അവർ താമസിക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആ ഒരു ഹ്യൂജ് ലാൻഡ് ഏരിയയാണ് നമ്മളൊരു മാനർന്ന് കണക്കാക്കുന്നത്. മാനർ വാസ് എ സെൽഫ് സഫീഷ്യൻറ്റ് ലാൻഡഡ് എസ്റ്റേറ്റ് ഓർ ഫീഫ്. ഫീഫ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എ പീസ് ഓഫ് ലാൻഡ് ആണ് ഫീഫ്. That was under the control of a lord who enjoyed a variety of rights over it and the peasants attached to it by means of serfdom. Serfdom എന്ന് വെച്ചാൽ അടിമത്വം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു മാനർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ മാനറിൽ ഒരു ലാൻഡ് ലോഡ് താമസിക്കുന്നു. ആ ലാൻഡ് ലോഡിനോട് അടിമപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പർട്ടിക്കുലർ ലാൻഡ് ഏരിയനെയും ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് മാനർ. ഈ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് മാനോറിയൽ സിസ്റ്റം. ഇങ്ങനെ ഇംഗ്ലണ്ടിലെ
മൊത്തം ഭൂപ്രദേശത്തെ പല പല മാനറുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ നേരത്തെ കണ്ട ടെനന്റ് ഇൻ ചീഫ്മാരുടെ കാര്യം. The system of manorialism continued throughout the most of the Middle Ages. Within the estates, free and unfree laborers, serfs or villeins, worked the land of landowner in return for protection and the right to work a separate piece of land for their own basic needs. അപ്പോൾ ഈ അടിമത്വത്തിൽ അകപ്പെട്ട് കിടക്കുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ലാൻഡ് ലോർഡിൻ്റെ കീഴിൽ പണിയെടുക്കണം. എന്തിനു വേണ്ടി? അയാൾ ഇയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. രണ്ടാമത് എന്തുട്ടാ? അയാളുടെ തന്നെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ കൃഷിയിടത്തിൽ പണിയെടുക്കും. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ഷന് വേണ്ടിയും ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടുമാണ് സെർബ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം അവിടെ പണിയെടുക്കുന്നത്. The hub of the community in manorial system was the manor or castle. It was the landlord's private residence and place of communal gathering for purposes of administration, legal matters and entertainment. മാനർ എന്നറിയപ്പെടുന്നത് ഈ ഹൗസിനെ അല്ലെങ്കിൽ ലാൻഡ് ലോർഡിൻ്റെ കാസിലിനെയാണ് മാനർ എന്നറിയപ്പെടുന്നത്. ഇവിടെ എല്ലാവരും ഒത്തുകൂടും. എന്തിനു വേണ്ടി? അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ, ലീഗൽ കാര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടപ്പിലാക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇവരൊത്തുകൂടുന്ന സ്ഥലമാണ് മാനർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത്. Regulations, customs and tradition varied from one manor to another. ഒരു മാനറിലുള്ള അതേ രീതി, അതേ സിസ്റ്റം, അതേ നിയമങ്ങൾ എല്ലാം അപ്പുറത്തേലും ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓരോ മാനറിനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവരുടേതായിട്ടുള്ള കസ്റ്റംസും റെഗുലേഷൻസും ഒക്കെ നിലനിൽക്കുന്നത്. ദി ഡിസ്റ്റിങ്വിഷിംഗ് ആസ്പെക്ട് ഓഫ് ദി ലോർഡ് ഓഫ് ദി മാനർ വാസ് ദാറ്റ് ഹി വാസ് ബോത്ത് പൊളിറ്റിക്കൽ ലീഡർ ആൻഡ് ആൻ ഇക്കണോമിക് എംപ്ലോയർ. ഒരു മാനറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാനോറിയൽ സിസ്റ്റത്തിൽ ഒരു സിംഗിൾ ലാൻഡ് ഏരിയ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അറൗണ്ട് 100 acres, ഈ 100 acres വരുന്ന മാനറിൽ അവിടുത്തെ ലാൻഡ് ലോർഡായിട്ട് വരുന്ന വ്യക്തിക്ക് 2 ഡ്യൂട്ടിയാണുള്ളത്. ഒന്നാമത്തെ ഡ്യൂട്ടി, അയാളൊരു ഇക്കണോമിക് എംപ്ലോയറാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? രാജാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇക്കണോമിക് എംപ്ലോയറാണ്. ടാക്സ് കളക്ട് ചെയ്യുന്നു, പെനാൽറ്റീസും ഫൈൻസും കളക്ട് ചെയ്യുന്നു. അതേസമയം അയാളൊരു പൊളിറ്റിക്കൽ ലീഡർ കൂടിയാണ്. ഈ ഒരു 100 ഏക്കറിനകത്ത് വരുന്ന എല്ലാ ആൾക്കാരുടെയും പരമാധികാരം ഈ പറയുന്ന ലാൻഡ് ലോർഡിൻ്റെ കയ്യിലാണ്. അപ്പം അയാൾക്ക് 2 ഡ്യൂട്ടി ഉണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ ലീഡറുമാണ്, മറ്റൊന്ന് ഇക്കണോമിക് എംപ്ലോയറുമാണ്. These two important roles of a lord in a manor were clearly characterized by the Mark Bloch in his book Feudal Society. ഈ 2 റോളും ഇവർ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് മാർക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫ്യൂഡൽ സൊസൈറ്റി എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് അത് ഇമ്പോർട്ടൻ്റേ അല്ല, പക്ഷേ നമ്മളത് വായിക്കുന്നു എന്ന് മാത്രം. The Lord did not merely draw from his peasants valuable revenues and an equally valuable labor force. Not only was he render the soil and beneficiary of the services, he was also a judge, often protector and always a chief. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വെറുമൊരു വ്യക്തിയോ അദ്ദേഹം ഒരു ബെനിഫിഷ്യറി ആയിട്ട് വർക്ക് ചെയ്യുന്ന സർവീസ് ചെയ്യുന്നൊരു വ്യക്തിയോ മാത്രമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആളൊരു ജഡ്ജാണ്, അദ്ദേഹം അവരുടെ സംരക്ഷകനാണ്, ഒപ്പം തന്നെ അവരുടെയൊക്കെ ഭരണത്തലവനും കൂടി അദ്ദേഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. A manor estate covers nearly 100 acres. It is quite enough to meet the needs of those who lived on it. The manor estate includes a small river or stream running through it, a church, mill, banks, and the area of woodlands were also part of a manor.
അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓരോ മാനറിലും ആവശ്യമുള്ളതെല്ലാം അവിടെയുണ്ട്. ഒന്നുകിൽ ഒരു റിവർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വാട്ടർ സ്ട്രീം അതിലൂടെ ഒഴുകുന്നുണ്ടായിരിക്കും, ഒരു മില്ലുണ്ടായിരിക്കും. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ മിൽ? മില്ല് എന്തിനു വേണ്ടിയിട്ടാ? അവർ ഓൾറെഡി പറഞ്ഞു, ദ ബേസിക് പ്രൊഫഷൻ എന്താണ്? അഗ്രികൾച്ചറാണ്. സോ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് മേടിച്ച് അതിന് മറ്റ് പ്രോഡക്ട്സിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നെല്ല് കിട്ടിയാൽ അതിനെ അരിയാക്കി മാറ്റുന്ന പ്രോസസ്സ് ചെയ്യണമെങ്കിൽ മില്ല് വേണം. അത്തരത്തിൽ അവർ ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സും, അതിപ്പോൾ ബാർലി ആയിക്കോട്ടെ, കോൺ ആയിക്കോട്ടെ, എന്ത് കൃഷി ചെയ്താലും അതിനെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഉത്തരവാദിത്തം മില്ലുകൾക്ക്. പ്രാർത്ഥനയും മറ്റ് ദൈവിക കാര്യങ്ങൾക്കും വേണ്ടി ചർച്ച്, ബാൻഡ്സ്, വുഡ്ലാൻഡ് ഏരിയ, കാരണം തണുപ്പിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർക്ക് വുഡ് ഒരുപാട് ആവശ്യം വരും. അപ്പോൾ അത്തരത്തിലുള്ള വുഡ്സ് അവൈലബിൾ ആവുന്ന ലാൻഡ് ഏരിയ ഒരുപാട് അവർ അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും ഓരോ മാനറും സെൽഫ് സഫീഷ്യൻ്റ് ആണ്. അവർക്ക് വേറൊരാളുടെ അടുത്തേക്ക് ഒന്നിനു വേണ്ടിയിട്ടും പോവേണ്ടി വരുന്നില്ല. The land of the estate was divided into two main parts. The first part was demesnes. Demesnes എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്. ഡിമെൻസ് എന്ന് പറയുന്നത് അറൌണ്ട് 35 to 40% ഓഫ് ദി ടോട്ടൽ ലാൻഡ് ഏരിയ ആണ്. അതായത് 35 മുതൽ 40 ഏക്കർ വരെയുള്ള സ്ഥലം. എന്തിനു വേണ്ടിയിട്ടാ? ലാൻഡ് ലോഡിൻ്റെ കാസിൽ പണിയാൻ വേണ്ടി മാത്രം. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനും അദ്ദേഹത്തിൻ്റെ കോട്ടയ്ക്കും അദ്ദേഹത്തിൻ്റെ ഹൗസ് ഹോൾഡ്സിലുള്ള ഹൗസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 35 മുതൽ 40% വരെ മാറ്റി വയ്ക്കുന്നു. അതിന് വിളിക്കുന്ന പേരാണ് ഡിമെൻസ്, which was reserved for the exclusive use of the land owner. The demesnes land was 35 to 40% of the total land on the estate. The second part was the land of the dependent tenants lived and worked on for their own daily needs. ബാക്കിയുള്ള ഏരിയ മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടാ? അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സബ് ടെനൻസിനും ബാക്കിയുള്ള നോർമൽ കോമൺ പീപ്പിൾസിനും വേണ്ടി. അറൌണ്ട് 12 acres ഓഫ് ദി ലാൻഡ് പൊസസ്ഡ് ബൈ ഈച്ച് ഫാമിലി. 12 ഏക്കർ വീതം ഓരോ ഫാമിലിക്കായിട്ട് വീതിച്ചു കൊടുക്കും. ഈ 100 ഏക്കറിന് കീഴിൽ താമസിക്കുന്ന 5-6 ഫാമിലികൾ ഉണ്ടെങ്കിൽ അതിൽ 35 മുതൽ 40% വരെ ലാൻഡ് ലോഡ് എടുക്കും. അതിനുശേഷമുള്ള ഏരിയ 12 ഏക്കറോ 10 ഏക്കറോ വീതം ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുക്കും, ഓരോ ഫാമിലിക്കായിട്ട്. The laborers on the estate farmed that land reserved for their use as well as the demesnes. ഡിമെൻസ് കഴിച്ച് ബാക്കിയുള്ള ഏരിയകളിൽ അവരെന്ത് ചെയ്യും? കൃഷി ചെയ്യും. എന്നിട്ട് ആ ഒരു മാനറിലേക്ക് വേണ്ട എല്ലാ പ്രോഡക്ട്സും അവർ അവിടെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കും. The manor estate was almost entirely economic self-sufficient. In the feudal manor, all production for the local community was performed. The manor produced their own food, raised livestock, milled their own grain for bread, spun thread to make their own clothing, and produced and maintained their own farm and manufacturing implements. ഓരോ മാനറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓരോ സ്ഥലത്തും കൃത്യമായിട്ട് അവർക്ക് വേണ്ട പ്രോഡക്ട്സ്, അവരുടെ ഭക്ഷണ സംബന്ധമായിട്ടുള്ള, അവരുടെ വസ്ത്ര സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും നീഡ് ഫുൾഫിൽ ചെയ്യാവുന്ന രീതിയിലേക്ക് അവരെല്ലാം അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കോൺസിക്വൻ്റ്ലി there was not very much official or commercial contact with the outside world, and its community became similarly self-contained. The relation between its members was specifically determined by the unique custom and tradition of that community, with the lord of the manor presiding at its head. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാനറിന് മറ്റൊരു മാനറുമായിട്ട് കൂടിച്ചേരാനോ മിങ്കിൾ ചെയ്ത് പ്രവർത്തിക്കാനോ എന്നുള്ള സാഹചര്യം അവിടെയില്ല. ഓരോരുത്തരും സെൽഫ് കണ്ടെയ്ൻഡ് ആണ്, മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയിലാണ്. ഒക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് തമ്മിലുള്ള ഏക ബന്ധം എന്ന് പറയുന്നത് ഇവർ ഒരു യുണീക്ക് ഹെഡിൻ്റെ കീഴിൽ വരുന്ന പല മാനറുകൾ, അതായത് രാജാവിന് കീഴിൽ നിൽക്കുന്ന പല ഉപവിഭാഗങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ
ഇവർക്ക് തമ്മിൽ തീരെ ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ പേരിലോ ക്ലോത്തിങ്ങിൻ്റെ പേരിലോ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ സഹായിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഈച്ച് ആൻഡ് എവ്രി മാനർ ആർ സെൽഫ് സഫീഷ്യൻറ്റ് ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇക്കണോമിക് സിസ്റ്റം. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സെർവ്സ് ഇൻ എ ഫ്യൂഡൽ മാനർ. ഒരു ഫ്യൂഡൽ മാനറിൽ അല്ലെങ്കിൽ മാനോറിയൽ സിസ്റ്റത്തിൽ സെർവ്സ് എന്ന് വിളിക്കപ്പെടുന്ന, അടിമകൾ എന്ന് വിളിക്കപ്പെടുന്ന, വിലൈൻസ് എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്നാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. സെർവ്സ് ഇൻ എ ഫ്യൂഡൽ മാനർ. ദി ഇക്കണോമിക് സിസ്റ്റം ഓഫ് ദി മിഡിൽ ഏജസ് was founded on feudalism, supporting the overlords with the work of the serfs using compulsory labor. Serfdom was a type of servile bondage occurring mostly among manors across Europe. A serf is a form of unfree peasant. ഇവിടെ ഒരു സെർവ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഫ്യൂഡലിസം എന്ന കാലഘട്ടത്തിൽ മാത്രമാണ് സെർവ്സ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഫ്യൂഡലിസത്തിൽ എന്താണ് ഇവരുടെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ദേ ആർ അൺഫ്രീ പെസന്റ്. അവർ കൃഷിക്കാരാണ്, പക്ഷെ അവർ ഫ്രീ അല്ല, അൺഫ്രീ ആണ്. ഫ്രീ എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി സ്വതന്ത്രരാണ്, പക്ഷെ ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ്. ദേ ആർ അൺഫ്രീ പെസൻട്രി. അവിടെ വേറൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, സെർവൈൽ ബോണ്ടേജ്. അവർ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, എഗ്രിമെന്റിൽ. എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ അൺഫ്രീമെൻ ആൻഡ് ദി ലാൻഡ് ലോഡ്. എന്താ എഗ്രിമെന്റ് പറയുന്നത്? സെർവൈൽ ബോണ്ടേജ്, കാലാകാലത്തേക്കുള്ള കരാറാണ്, ഇവരുടെ കീഴിൽ നിലനിന്നുകൊള്ളാം. ഉദാഹരണത്തിന് നമ്മളുടെ ഈ ക്ലാസ് റൂം എടുക്കാം, BA ഇംഗ്ലീഷ് ക്ലാസ് റൂം എടുക്കാം. ഞാനാണ് ഇവിടുത്തെ ലാൻഡ് ലോഡ്. നിങ്ങൾ ഈ 51 പേരും എന്നെ സംബന്ധിച്ചിടത്തോളം സെർവ്സ് ആണെന്ന് വിചാരിക്കുക. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ഒന്ന് വെറുതെ ചിന്തിക്കുക. എങ്കിൽ നിങ്ങളും ഞാനും തമ്മിലൊരു കരാർ ഏർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ജീവിതകാലം മുഴുവൻ, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ഞാനുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി ആയുഷ്കാലം മുഴുവൻ പണിയെടുത്തോളാം. നിങ്ങൾക്ക് ഞാൻ പകരം എന്ത് തരണം? നിങ്ങളുടെ സെക്യൂരിറ്റി ഞാൻ ഉറപ്പാക്കും. രണ്ടാമത്തേത്, നിങ്ങളുടെ ലൈവ്ലിഹുഡ് കണ്ടെത്തുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് സ്ഥലം അനുവദിക്കണം, പണിയെടുക്കാനുള്ള സൗകര്യം ചെയ്തു തരണം. നിങ്ങൾ എനിക്ക് വേണ്ടി ജോലി ചെയ്യണം കാലാകാലത്തോളം. അതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാവുന്ന സമയവും സ്ഥലവും ഞാൻ നിങ്ങൾക്ക് തരണം. ഇപ്പം ഞാൻ എൻ്റെ 100 ഏക്കർ ലാൻഡ് ഏരിയയിൽ നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങളൊരു 3 ദിവസം എനിക്ക് വേണ്ടി ജോലി ചെയ്താൽ ബാക്കിയുള്ള 3 ദിവസം 4 ദിവസം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാം. അതുകൊണ്ട് എനിക്ക് വിരോധമില്ല. പക്ഷെ അപ്പോഴും അതിൽ നിന്ന്, നിങ്ങൾ ആ 4 ദിവസം അധ്വാനിച്ച് നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുന്ന ആ വിഹിതത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ മണി എന്ന പേരിലും പിന്നെ മറ്റ് പെനാൽറ്റീസിൻ്റെ പേരിലും ഞാൻ നിങ്ങളിൽ നിന്ന് പിന്നെയും പൈസ മേടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ ബോണ്ടേജ് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് അവകാശമില്ല. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഫ്യൂഡലിസം കാലാകാലത്തോളം നിലനിന്നു പോയത്. അവർക്കറിയില്ല നമുക്കിത് ബ്രേക്ക് ചെയ്യാം, നമ്മൾ അടിമകളൊന്നുമല്ല, നമുക്കിതിൻ്റെ പുറത്ത് കിടക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ബോധ്യം അവരിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്കത് ബ്രേക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അതിനുള്ള വിവരം അവർക്കില്ലാതെ പോയതുകൊണ്ട് അവർ കാലാകാലങ്ങളോളം ഈ ഒരു സെർവ്സ് എന്നുള്ള കാറ്റഗറിയിൽ തന്നെ നിലനിൽക്കേണ്ടതായിട്ട് വന്നു. A serf could not move from place to place because they were essentially tied to the landlord they serve. ആർക്ക് വേണ്ടിയിട്ടാണോ ഇവർ വർക്ക് ചെയ്യുന്നത് ആ ലാൻഡ് ലോഡുമായിട്ട് ഇവരെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്, ടൈ ചെയ്തിരിക്കുകയാണ്.
എന്തിനു വേണ്ടിയിട്ടാണ് ടൈ ചെയ്തിരിക്കുന്നത്? ഇവരൊരു മാനറിൽ പണിയില്ല എന്ന് കണ്ടാൽ ഉടനടി അടുത്ത മാനറിലേക്ക് ഓടിപ്പോകുന്ന രീതി പറ്റില്ല എന്ന് പറയും. എവിടെയാണോ നിൽക്കേണ്ടത്, ആരുമായിട്ട്, ഏത് ലാൻഡ് ലോഡുമായിട്ടാണോ നിങ്ങൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അയാളുടെ മാനറിൽ തന്നെ തുടരണം. ചിലപ്പോൾ ഒരു മാനറിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ലാൻഡ് ലോഡ്, നീന മിസ് വേറൊരു ലാൻഡ് ലോഡാണെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ എൻ്റെ മാനറിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ദിവസം എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാം, 4 ദിവസം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം. പക്ഷെ നീന മാമിൻ്റെ മാനറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്താ വെച്ചാൽ 2 ദിവസം മാമിന് വേണ്ടി വർക്ക് ചെയ്താൽ മതി, 5 ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാം. ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അപ്പുറത്ത് കിട്ടുകയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നാണ് ഞങ്ങൾ എന്തിനാണ് ഈ അരുൺ സാറിൻ്റെ കീഴിൽ നിൽക്കുന്നത്, അപ്പുറത്ത് നീന ലാൻഡ് ലോഡിൻ്റെ കീഴിൽ പോയി നിന്നാൽ ഇതിലും വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്ന് ചിന്തിച്ച് അവർ അങ്ങോട്ട് മൂവ് ചെയ്യാന്ന് വിചാരിച്ചാൽ പറ്റില്ല. നിങ്ങളും ഞാനും ഒരു ടൈപ്പിലാണ്. ആ ടൈ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഇത് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളെ. അപ്പം നിങ്ങൾ ഒരു കാലത്തും എന്നെ വിട്ടിട്ട് വേറൊരു മാനറിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. A serf was determined by birth, meaning if their parent was serfs, would their sons and daughters. ഇവിടെ ബൈ ബർത്ത് ആണ് നിങ്ങളൊരു സെർഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ സെർഫായിരുന്നോ, നിങ്ങളും സെർഫാണ്, നിങ്ങളുടെ മക്കളും സെർഫ്സാണ്. അതിൽ നിന്ന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നമ്മളുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ചാതുർവർണ്ണീയ സിസ്റ്റത്തിൻ്റെ വേറൊരു വകഭേദം. ചാതുർവർണ്ണീയ സിസ്റ്റം എന്താ പറയുന്നത്? ബ്രാഹ്മണൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്ലാസ്സും, അതിനുശേഷം ക്ഷത്രിയന്മാരും, അവർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ ചെയ്യാനുള്ളവരും, ദെൻ വൈശ്യാസ് എന്ന് പറയുന്ന ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട, കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗവും, ദെൻ ലാസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ശൂദ്രാസ്, കോമൺ പീപ്പിൾ ആൻഡ് ദി അതർ കാറ്റഗറീസ്. ഇതിന് സമാനമായിട്ടുള്ള രീതിയാണ്. അപ്പം ഈ ചാതുർവർണ്ണ സിസ്റ്റത്തിൽ ഇന്ത്യയിലെ ബൈ ബർത്താണ് വർണ്ണം തീരുമാനിക്കുന്നത്. ഏത് ചാതുർവർണ്ണ സിസ്റ്റത്തിലെ ഏത് വർണ്ണത്തിൽ നിങ്ങൾ പെടണമെന്ന് തീരുമാനിക്കുന്നത് ബൈ ബർത്താണ്. യുവർ പാരന്റ് ഈസ് എ ബ്രാഹ്മിൻ, യു ഓൾസോ എ ബ്രാഹ്മിൻ. ദർ ഇസ് നോ ഡൗട്ട്. ഇറ്റ്സ് ക്ലിയർലി ഡിറ്റർമൈൻഡ് ബൈ യുവർ ബർത്ത്, ഇൻ വിച്ച് ഫാമിലി. സോ സെർബ്സിൻ്റെ കാര്യത്തിലും ഇത് അങ്ങനെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഏത് ഫാമിലിയിൽ ജനിക്കുന്നു, സെർബ്സ് ആയിട്ടാണ് ജനിക്കുന്നതെങ്കിൽ യു ഷുഡ് കണ്ടിന്യൂ ആസ് എ സെർവ് ത്രൂ ഔട്ട് യുവർ ലൈഫ് ടൈം. അവിടെ ഒരു ചേഞ്ചിനൊരു പോസിബിലിറ്റി ഇല്ല. അത് കോൺസ്റ്റന്റ് ആണ്, കോൺക്രീറ്റ് ആണ്. നിങ്ങൾ എത്തിപ്പെട്ട ഗ്രൂപ്പ് ഏതാണോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ദ സെർബ്സ് വേർ നോട്ട് സ്ലേവ്സ്. പക്ഷെ അവർ അടിമകളല്ല, അടിമയ്ക്ക് തുല്യമാണ്. പക്ഷെ കാരണം അതിനുള്ള കാരണം പറയുന്നുണ്ട്. ബട്ട് ദേ ഹാഡ് നോ റൈറ്റ് ടു ഫ്രീ മൂവ്മെന്റ്. അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പാടില്ല. അതിൽ വലിയ അടിമത്വം എന്താണുള്ളത്? നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ തളച്ചിട്ടിട്ട് പറയാണ് യു കനോട്ട് മൂവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യു ആർ എ സ്ലേവ്. പക്ഷെ അങ്ങനെ ഒരു സ്ലേവ് ആയിട്ട് വിളിക്കുന്നില്ല എന്ന് മാത്രം. നിങ്ങൾക്ക് മൂവ് ചെയ്യാനുള്ള അവകാശം തരാതെ നിങ്ങളെ ഒരു മാനറിൽ തന്നെ തളച്ചിടും. ഇനി അടുത്തത് നോക്കാം. The Serbs worked, but they had no right for free movement and payment for their labor. The Serbs worked the demands land of their lord 2 or 3 days each week. ഒരു ആഴ്ചയിൽ 2 or 3 ദിവസം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ലാൻഡ് ലോഡിന് വേണ്ടി പണിയെടുത്താൽ മതി. ബാക്കി ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാം. മോർ ഡ്യൂറിങ് ബിസി പീരീഡ്സ് ലൈക്ക് ഹാർവെസ്റ്റ് ടൈം. ഈ 2-3 എന്നുള്ളത് ചിലപ്പോൾ 4-5 ദിവസത്തേക്കൊക്കെ നീട്ടേണ്ടി വരും. എപ്പോൾ?
ഹാർവെസ്റ്റ് ടൈമിൽ മാത്രം, വിളവെടുക്കുന്ന സമയത്ത് മാത്രം ചിലപ്പോൾ എല്ലാ ദിവസവും പണി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അല്ലാത്ത പക്ഷം 2 or 3 ദിവസം നിങ്ങൾ ലോഡിന് വേണ്ടി പണിയെടുക്കുക. ദെൻ ഓൺ ദി അതർ ഡേയ്സ് സെർവ്സ് കുഡ് ഫാം ദാറ്റ് ലാൻഡ് ഗിവൺ ടു ദം ഫോർ ദെയർ ഓൺ ഫാമിലി നീഡ്സ്. നിങ്ങളുടെ എല്ലാവരുടെയും ഫാമിലിക്ക് കഞ്ഞി കുടിച്ച് കഴിയണ്ടേ? അതിന് വേണമെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള 4 ദിവസം പണിയെടുക്കണം. ഈ 2 or 3 ദിവസം പണിയെടുക്കണതിന് ഒന്നും കിട്ടില്ല. അത് നിങ്ങളുടെ ബോണ്ടേജാണ് ലാൻഡ് ലോഡുമായിട്ട്. അതിന് ഇങ്ങോട്ട് ഇൻകം ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള 4 ദിവസം പണിയെടുത്ത് ഉണ്ടാക്കിയാൽ നമ്മളുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നടന്നു പോകണം. അത് കഴിഞ്ഞിട്ട് പെനാൽറ്റി വന്ന് അതടയ്ക്കണം. ഇനിയും പറയുന്നുണ്ട്, വേറെ ഒന്നും കൂടി പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. The personal property of a serf and his simple thatched house of mud and straw all belonged to the land owner. ഈ പറയുന്ന സെർവ്സിന് പേഴ്സണൽ പ്രോപ്പർട്ടി പോലും ഇല്ല. സ്വന്തമായിട്ട് വീട് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതോ ചിലപ്പോൾ വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കിയതൊക്കെ ആയിരിക്കും. എന്നാൽ പോലും അത് അവരുടെ സ്വന്തമാണ് എന്ന് അവർക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അതും ലാൻഡ് ഓണറുടെയാണ്. പിന്നെ ഇവർക്ക് എന്ത് അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്? പിന്നെ ഇവരെ സ്ലേവ്സ് എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പമുള്ളത്? എന്നിട്ട് പറയുമ്പോൾ പറയും ദേ ആർ നോട്ട് സ്ലേവ്സ്, ദേ ആർ അൺഫ്രീ മെൻ. എന്താ അൺഫ്രീ മെൻ? അൺഫ്രീ എന്ന് വെച്ചാൽ തന്നെ അവിടെ ഉറപ്പാണ് ദേ ആർ സ്ലേവ്സ്, കൺസിഡേർഡ് ആസ് എ സ്ലേവ്. പക്ഷെ അങ്ങനെ വിളിക്കുന്നില്ല, അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പല ഹിസ്റ്റോറിയൻസും അവകാശപ്പെടുന്നത്. A serf was obliged to pay fines and certain customary fees. ഫൈൻ അടയ്ക്കണം. ഈ 4 ദിവസം പണിയെടുത്തിട്ട് കിട്ടണേന്ന് അവർക്ക് ജീവിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളതിന് ഫൈൻ ഉണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കണം. ചില കസ്റ്റമറി ഫീസ് അടയ്ക്കണം. എന്താ കസ്റ്റമറി ഫീ? ഈ 2-3 ദിവസം പണിയെടുപ്പിച്ച് കാശുണ്ടാക്കണ ഈ ലാൻഡ് ലോഡ് ഉണ്ടല്ലോ, ഈ ലാൻഡ് ലോഡിൻ്റെ മകളുടെ കല്യാണം വന്നാൽ അതിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ് കസ്റ്റമറി ഫീ. ലാൻഡ് ലോഡിൻ്റെ മകളുടെ കല്യാണം നടത്താൻ ഈ പാവപ്പെട്ട പിച്ചക്കാരൻ പണിയെടുത്ത് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. അതാണ് ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള മുഖമെന്ന് പറയുന്നത്. അവിടെ അവർ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ്റെ പേരിൽ അവർ 2 തൊട്ട് 3 ദിവസം വരെ പണിയെടുത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അയാളുടെ മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടും കസ്റ്റമറി ഫീ എന്ന പേരിൽ പൈസ കൊടുക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? Customary fees to their lords, such as on the marriage of lord's eldest daughter, etc. From morning to nights, the serfs were closely watched, supervised, and ordered to do various tasks. 24 hour അവരെ സർവൈലൻസിലാണ്. അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ ജോലികളുണ്ട്. അവർക്ക് കൃത്യമായിട്ട് അവരെ ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. ഇവർ പണിയെടുക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കിക്കാണാൻ ആൾക്കാരുണ്ട്. The serfs were born on the land and lived out their lives there. If a feudal lord sells his manor to another nobleman, it included not only the land, livestock and working tools, but the serfs on the land as well. അതാണ് അടുത്ത പ്രശ്നം. അപ്പോൾ അവർ ശരിക്കും അടിമകളെന്ന് തന്നെ വിളിക്കാൻ പറ്റും. കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഞാനും ഒരു നീന മാമും വേറെ വേറെ മാനേഴ്സിൻ്റെ ഓണേഴ്സാണെന്ന് വിചാരിക്കും. ഞാൻ വിചാരിക്കുകയാണ് ഈ മാനർ അങ്ങോട്ട് വിറ്റ് കളയാം, എനിക്കിത് നോക്കാൻ താല്പര്യമില്ല, ആവശ്യത്തിൽ കൂടുതൽ ഞാൻ സമ്പാദിച്ചു, ഞാനിത് നീന മാമിന് വിൽക്കാൻ പോവാണ്. അപ്പം ഞാൻ ഈ മാനർ വിൽക്കുക എന്ന് പറഞ്ഞാൽ ആ 100 ഏക്കർ നീന മാമിന് കൊടുക്കുക എന്നല്ല അർത്ഥം. മറിച്ച് അവിടെയുള്ള ലൈവ് സ്റ്റോക്ക് എത്രയാണോ, ലാൻഡ് ഏരിയ എത്രയാണോ, അവിടെ ആ മാനറിൽ വർക്ക് ചെയ്യാൻ വേണ്ട വർക്കിംഗ് ടൂൾസ് ഉൾപ്പെടെ എല്ലാം കൊടുക്കും. ഒപ്പം തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ കൊടുക്കും. നിങ്ങളെല്ലാവരും എൻ്റെ സെർവ്സാണ്. ഞാനുമായിട്ട് ബോണ്ടേജിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെയും വിൽക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അപ്പം എൻറ്റയർ മാനർ അങ്ങനെ തന്നെയാണ് മറ്റൊരാൾക്ക് മറിച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ.
അപ്പം അത്രയും ഭീകരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് മാനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരുപാട് കാലം ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ഒരു സംവിധാനം. ദെൻ comes to the decline of the manorial system in England. എങ്ങനെയാണ് മാനോറിയലിസം ഇംഗ്ലണ്ടിൽ അവസാനിക്കാനായിട്ട് കാരണമായത്? പ്രധാനമായിട്ടും 5 കാരണങ്ങളാണ്. ആ 5 കാരണങ്ങൾ 5ആയിട്ട് തന്നെ പഠിച്ചാൽ നിങ്ങളുടെ ഉത്തരമായി. What are the reasons leads to the decline of feudalism in England എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ 5 കാരണങ്ങൾ. 5 കാരണങ്ങൾ എന്താണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ ഉത്തരം പൂർത്തിയായി. ഫസ്റ്റ് വൺ, ബ്ലാക്ക് ഡെത്ത്. സെക്കൻഡ് വൺ, ക്രോപ്പ് ഫെയിലിയേഴ്സ്. തേർഡ് വൺ, ടൗൺസ് ആൻഡ് സിറ്റീസ്, എമർജൻസ് ഓഫ് ടൗൺസ് ആൻഡ് സിറ്റീസ്. ആൻഡ് ദ ഫോർത്ത് വൺ, റിവോൾട്ട്, പെസന്റ് റിവോൾട്ട്. This is a revolt against the landlords by the common peasantry in England and the usage of the currency or coins. ഈ 5 കാരണങ്ങളാണ് ഡിക്ലൈൻ ചെയ്യാനായിട്ട് കാരണമായത്. മാനോറിയലിസം ഡിക്ലൈൻ ചെയ്യാനുണ്ടായ കാരണങ്ങൾ. ഡിക്ലൈൻ ഓഫ് മാനോറിയലിസം. ദ സിസ്റ്റം ഓഫ് ബോത്ത് ഫ്യൂഡലിസം ആൻഡ് മാനോറിയലിസം were declined by several developments in the late Middle Ages. One particular blow came from the sudden population decline caused by the wars and plague, particularly the Black Death, which peaked between 1347 to 1352 Christian era. First one, Black Death ആണെന്ന് പറയും. ബ്ലാക്ക് ഡെത്ത് എങ്ങനെയാണ് ഒരു കാരണമായി തീരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മാനറിനെ സംബന്ധിച്ചിടത്തോളം പല ഫാമിലീസ് അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും, അതിനൊരു ലാൻഡ് ലോഡ് ഉണ്ടായിരിക്കും. ഇവിടെ കണ്ടിന്യൂസ് വാറും റിവോൾട്ടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 1347 ഇംഗ്ലണ്ടിൽ ശക്തമായിട്ടുള്ള പ്ലേഗ് പടർന്നു പിടിക്കുന്നത്. 1/3 ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ were died ഡ്യൂ ടു പ്ലേഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1000 പേരുണ്ടെങ്കിൽ 333 പേര് മരിച്ചു. അത്രയും വലിയൊരു പ്ലേഗാണ് പടർന്നു പിടിക്കുന്നത്. അന്ന് ഇതിന് വാക്സിനോ അതിന് മറുമരുന്നോ ഒന്നും കൊടുക്കാൻ പറ്റിയൊരു സാഹചര്യമില്ല. വരുന്നവർ മരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള പോപ്പുലേഷൻ ഡിക്ലൈൻ, ഇംഗ്ലണ്ടിലുള്ള ടോട്ടൽ പോപ്പുലേഷനിൽ വലിയൊരു കുറവ് സംഭവിച്ചു. അതാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന സംഭവമായിട്ട് കണക്കാക്കുന്നത്. 1/3 ഓഫ് ദ പോപ്പുലേഷൻ മരിക്കാനിടയായ ഈ സാഹചര്യത്തിനെ ഇംഗ്ലണ്ട് വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ഡെത്ത്. ഈ ബ്ലാക്ക് ഡെത്തിലൂടെ ഇംഗ്ലണ്ടിന് വലിയൊരു പോപ്പുലേഷൻ നഷ്ടമായപ്പോൾ ഇത്തരത്തിലൊരു മാനോറിയൽ സിസ്റ്റം തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ടു. അപ്പം അത് ഡിക്ലൈന് കാരണമായി. Another frequent risk to everyone's livelihood was crop failure. വലിയ രീതിയിലുള്ള ധാന്യ വിളകളുടെ കാർഷിക വൃത്തിയുടെ തകർച്ച, വലിയൊരു വരൾച്ച നേരിട്ടു ഇംഗ്ലണ്ട്. ഒരു കൃഷിയിടത്തിൽ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ളത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റാതെ വന്ന സാഹചര്യം. ക്രോപ്പ് ഫെയിലിയർ വന്ന് എന്ത് സംഭവിക്കും? ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാണ്ടാവും, ആൾക്കാർ മരിക്കാനിടയാവും. അങ്ങനെ ആൾക്കാർ മരിക്കുന്നത് മാനോറിയൽ സിസ്റ്റത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമുണ്ട്. സച്ച് ക്രൈസിസ് കോസ്റ്റ് എ ക്രോണിക് ഷോർട്ടേജ് ഓഫ് ലേബർ ആൻഡ് ദ അബോണ്ടൻറ്റ് ഓഫ് എസ്റ്റേറ്റ്സ് ബിക്കോസ് ദർ വാസ് നോ വൺ ടു വർക്ക് ദം. അപ്പോൾ ഈ എസ്റ്റേറ്റുകളൊക്കെ പിരിച്ചുവിടേണ്ടി വന്നു, മാനേഴ്സൊക്കെ. കാരണം ഓരോ മാനർ ഉണ്ടാക്കിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, വർക്ക് ചെയ്യാൻ ആളില്ലെന്നേ. ക്രോപ്പ് ഫെയിലിയർ സംഭവിച്ചു, അവർക്ക് ആവശ്യമുള്ള വിള കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്തപ്പോൾ ആരാണ് പണിയെടുക്കാൻ പോവുക? ആരും പണിയെടുക്കാത്ത അവസ്ഥ. അടുത്തൊരു റീസൺ, ദ ഗ്രോത്ത് ഓഫ് ലാർജ് ടൗൺസ് ആൻഡ് സിറ്റീസ് ഓൾസോ സോ ലേബർ ലീവ് ദ കൺട്രി സൈഡ് to find a better future and a new jobs available there, working for the new and wealthy merchant class. Towns and cities, emergence of the new towns and cities. എന്താ ടൗൺസ് ആൻഡ് സിറ്റീസ് ഉണ്ടായപ്പോൾ ഉണ്ടായ മെച്ചം? ആൾക്കാർ ഗ്രാമപ്രദേശത്ത് നിന്ന് ടൗൺസിലേക്ക് മാറാൻ തുടങ്ങി.
കാരണം അവിടെ ഇതിലും നല്ല ജോലികളുണ്ട്. അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ജോലികളല്ലാതെ വേറെ മികച്ച തൊഴിലവസരങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കാരണം വെൽത്തി ആയിട്ടുള്ള ഒരു മർച്ചന്റ് ക്ലാസ് അവിടെയുണ്ട്, വ്യാപാരികളുടെ ഒരു കൂട്ടം. അപ്പം അവരുടെ അടുത്തേക്ക് പോയാൽ ഇതിലും നല്ല ജോലി കിട്ടും, നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ള തിരിച്ചറിവാണ് ഈ കൺട്രി സൈഡ് ഉപേക്ഷിച്ച് അവർ ടൗൺസ് ആൻഡ് സിറ്റീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം. Another reason for the decline was some serious revolt by the peasantry against their lords. England witnessed a peasant revolt in 1381 Christian era which caused a strong blow to the manorial system. ഒരുപാട് റിവോൾട്ടുകൾ, കലാപങ്ങൾ. അപ്പം നിങ്ങളെല്ലാവരും കൂടിയിട്ട് എനിക്കെതിരെ കലാപത്തിന് തയ്യാറാവും. എന്താ കാരണം? ക്രോപ്പ് ഫെയിലിയർ സംഭവിച്ചു, നിങ്ങളുടേത് ഞാൻ കൂടുതൽ പെനാൽറ്റി ഈടാക്കാൻ തുടങ്ങി, നിങ്ങളെ കൊണ്ട് ഞാൻ 4-5 ദിവസം വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങി എൻ്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങളുടെ 2 ദിവസമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ആവാൻ തുടങ്ങിയപ്പോൾ, നിങ്ങളുടെ ജീവിതം ദുസ്സഹമായപ്പോൾ നിങ്ങൾ ലാൻഡ് ലോഡിനെതിരെ കലാപത്തിന് പൊട്ടിപ്പുറപ്പെട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട കലാപമാണ് 1351 നടന്ന പെസൻട്രി റിവോൾട്ട്. ഇത്തരത്തിൽ ലാൻഡ് ലോഡിനെതിരായിട്ട് സെർബ്സ് ഒരു സമര രീതിയുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അതും മാനോറിയൽ സിസ്റ്റം തകർക്കപ്പെടാനായിട്ട് ഒരു കാരണമായി തീർന്നു. ഫൈനലി ദ ഇൻക്രീസ് ഇൻ ദി യൂസ് ഓഫ് കോയിനേജ്, ഞാൻ കറൻസി എന്നാണ് എഴുതിയിരിക്കുന്നത്, രണ്ടും കറക്റ്റ് തന്നെയാണ്. In the late Middle Ages led to many serfs made a payment to their lords instead of labor, or paid a fee to be absolved from some of the labor expected of them, or even bought their freedom. കറൻസിയുടെ ഉപയോഗം, കോയിൻസിൻ്റെ ഉപയോഗം കടന്നു വന്നതോടുകൂടി എങ്ങനെയാണ് മാനോറിയലിസം തകർന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു 2 മുതൽ 3 ദിവസം വരെ ഓരോ ലേബേഴ്സും അവരുടെ ലാൻഡ് ലോഡ്സിന് വേണ്ടി പണിയെടുക്കണം. എന്തിനു വേണ്ടി? അവർക്ക് കൊടുക്കുന്ന സെക്യൂരിറ്റിയുടെ റീപേയ്മെൻ്റ് ആയിട്ട്. അതേസമയം കറൻസി വന്നതോടുകൂടി എനിക്ക് സെക്യൂരിറ്റി തരുന്നതിന് ഞാൻ എൻ്റെ ലാൻഡ് ലോഡിന് എത്ര രൂപ കൊടുക്കണോ അത് രൂപയിൽ കണക്കാക്കി ആ പേയ്മെൻറ്റ് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. 1000 രൂപയാണെങ്കിൽ ആ 1000 രൂപ ഞാൻ ക്യാഷായിട്ട് പേ ചെയ്യാൻ തുടങ്ങി. ഈ ക്യാഷായിട്ടുള്ള പേയ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 മുതൽ 4 ദിവസം വരെ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്, ഫ്രീ ഓഫ് കോസ്റ്റിൽ. ആ ഫ്രീ ഓഫ് കോസ്റ്റ് ഒഴിവാക്കി ഞാൻ ആ പൈസ പേയ്മെൻ്റായിട്ട് കൊടുത്തോടുകൂടി എനിക്ക് കിട്ടിയത് ഫ്രീഡമാണ്. എനിക്ക് പിന്നെ ഇനി അങ്ങോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്യാം. കാരണം അയാൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തു, ഇനി എനിക്ക് സിറ്റീസിലേക്ക് പോവാം. ആ ബോണ്ടേജ് ഞാൻ ബ്രേക്ക് ചെയ്തു. അതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അക്രോസ് യൂറോപ്പ് all of these factors caused to weaken the traditional setup of unfree laborers being tied to the land and working for their rich, so that by the end of the 14th century Christian era more agricultural labors was done by paid workers than unpaid serfs. പേയ്മെൻറ്റ് കൊടുക്കാതെ പണിയെടുക്കുക മാത്രം ചെയ്തിരുന്ന അൺഫ്രീ സെർവ്സ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് അവർ മാറി പേയ്മെൻറ്റ് കൊടുക്കുന്ന ഫ്രീ മെൻ ആയിട്ട് മാറാൻ അവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതും ഈ പറയുന്ന മെനോറിയലിസം ഇംഗ്ലണ്ടിൽ അവസാനിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് മാറി. അപ്പോൾ 5 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് മെനോറിയലിസം ഇംഗ്ലണ്ടിൽ ഇല്ലാതാവാനായിട്ട് കാരണമാക്കിയത്. ഫസ്റ്റ് വൺ ബ്ലാക്ക് ഡെത്ത്, സെക്കൻഡ് വൺ ക്രോപ്പ് ഫെയിലിയർ, തേർഡ് വൺ എമർജൻസ് ഓഫ് ടൗൺസ് ആൻഡ് സിറ്റീസ്, ഫോർത്ത് വൺ various revolt, especially peasant revolt in 1381 and use of coinage or currency. അങ്ങനെ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയ്ക്ക് അന്ത്യം കാണാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ചർച്ച് മെക്കാനിസവും അതുപോലെ തന്നെ ചർച്ചും കിങ്ങും തമ്മിൽ ഉണ്ടാകാൻ പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുമാണ്. ചർച്ചിന് വലിയൊരു പ്രാധാന്യം കിട്ടിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ചർച്ചാണോ വലുത് കിങ്ങാണോ വലുത് എന്നുള്ള ആശയ കുഴപ്പത്തിലേക്ക് എത്തുകയും
രണ്ടുപേരും അവരുടെ സുപ്രീമസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.